Hi everyone, welcome back. ഇന്ന് നമ്മൾ കട്ട് ക്രീസ് എന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് ടെക്നീക്ക് പഠിക്കാൻ പോവാം. ഈ കട്ട് ക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐലിഡ് കുറച്ചുകൂടെ വലിയതാണ് ഒരു ഇല്യൂഷൻ വരുത്തും. അപ്പം ആൾക്കാർ നോക്കുമ്പോൾ നമ്മളെ കണ്ണ് വലിയതായെന്ന് തോന്നും. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ആദ്യമേ ഇന്നത്തെ മോഡലിനെ പറ്റി പറയാം. ക്രിസ്റ്റീന നമ്മളെ മിസ് കേരള 2018 ടോപ്പ് 10 ഫൈനലിസ്റ്റ് ആയിന്. അപ്പം നമുക്ക് ഈ മേക്കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മേക്കപ്പ് തുടങ്ങുന്ന മുമ്പേ ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഫേസ് സ്ക്രബ് വയ്ക്കാൻ മറക്കല്ലും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്യും. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കല്ലും. അത് കഴിഞ്ഞ് പ്രൈമർ ഉപയോഗിക്കാം. പ്രൈമർ ഉപയോഗിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ കൺട്രോൾ കിട്ടും. ഇപ്പം നമ്മൾ ഫേസ് ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ പ്രൈമർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫൗണ്ടേഷൻ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. പ്രൈമർ ഉപയോഗിക്കുന്ന വേറൊരു ബെനിഫിറ്റും ഉണ്ട്. നമ്മുടെ ഫേസിൽ ലാർജ് പോർസ് വല്ലതും ഉണ്ടെങ്കിൽ പ്രൈമർ അത് ഫില്ല് ചെയ്യും. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഐബ്രോസ് തുടങ്ങാൻ പോവാണ്. ഐബ്രോസ് നമ്മൾ പൗഡർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ലാവാൻ വേണ്ടിയാണ് പൗഡർ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐബ്രോസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുമ്പേ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൺസീലർ ഉപയോഗിച്ച് അത് കവർ ചെയ്യണം. മാക്സ് സ്റ്റുഡിയോ ഫിക്സ് ഷെയ്ഡ് NC45 ആണ് ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ കബൂക്കി ബ്രഷ് എന്ന് പറഞ്ഞൊരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻ ബ്രഷസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു വീഡിയോ ഉണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. ഐഷാഡോ അപ്ലൈ ചെയ്യുന്ന മുമ്പേ നമ്മൾ ഐലിഡ്സ് പ്രെപ്പ് ചെയ്യണം പൗഡർ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഐഷാഡോ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യമേ നമ്മൾ ഐഷാഡോ ഒരു ബേസ് കളർ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് ഐലിഡ് മൊത്തം അപ്ലൈ ചെയ്യും. ഐഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വേറൊരു ബ്രഷ് വെച്ച് അത് ബ്ലെൻഡ് ചെയ്യണം. അതാണ് ഞാൻ കൂടെ ബ്രഷ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രഷ് വെച്ച് ആ ഐഷാഡോ കോർണർ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാൽ മറ്റേ ബ്രഷ് എടുത്തിട്ട് അത് എഡ്ജസ് മൊത്തം ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ബ്ലെൻഡിങ് ബ്രഷിൻ്റെ എക്സാമ്പിൾ. ഭയങ്കര ഫ്ലഫിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിക്കുമ്പം ഐഷാഡോ നല്ലതായിട്ട് അത് ബ്ലെൻഡ് ആവും. അപ്പോൾ ഹാർഷ് ലൈൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് വരും. ഈ ബ്രഷ് കുറച്ചുകൂടെ ഡെൻസ് ആണ്. ഇതിൻ്റെ പേര് പെൻസിൽ ബ്രഷാണ്. ഈ ബ്രഷ് ഉപയോഗിക്കുന്നത് ഐഷാഡോ കോർണറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മളത് ബ്ലെൻഡ് ഔട്ട് ചെയ്യും. ഐഷാഡോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് കളർ വെച്ച് തുടങ്ങിയിട്ട് പതുക്കെ അത് ബിൽഡ് ചെയ്യണം. അപ്പം നമ്മൾ ബിൽഡ് ചെയ്യുമ്പം ഡാർക്ക് ഷെയ്ഡ്സ് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഔട്ടർ കോർണറാണ് ഏറ്റവും ഡാർക്കസ്റ്റ് ആക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രഷിലുള്ള ബാക്കി നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്യും. കണ്ണിൻ്റെ ക്രീസ് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ട്രിക്കുണ്ട്. ലിക്വിഡ് കൺസീലർ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ ഐലിഡിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കണം. അപ്പം നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടും എത്ര ഹൈ പോകണമെന്ന്. ഈ മേക്കപ്പ് ടെക്നീക്ക് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യണം ആൻഡ് നല്ല കോൺസെൻട്രേഷൻ വേണം. ബിക്കോസ് ഇത് നമ്മൾ സ്മൂത്ത് കർവ് ചെയ്യണം. അതല്ലെങ്കിൽ ഫിനിഷ് അത്രയും നല്ലതായിരിക്കില്ല. ആ കർവ് ഷേപ്പ് നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഞാൻ ഗോൾഡ് ഷിമർ ഷാഡോ ആണ് ഉപയോഗിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ ഫ്ലാറ്റ് ഐഷാഡോ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്തത് നമ്മൾ ആ ഗോൾഡ് ഷെയ്ഡ് ഉപയോഗിച്ചതും ഡാർക്ക് ഷെയ്ഡും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രാൻസിഷൻ ഷെയ്ഡ് ഉപയോഗിക്കും. ഐഷാഡോ ചെയ്യുമ്പം എന്തെങ്കിലും ഫോൾ ഔട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാം കൺസീലർ വെച്ച്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐലൈനറും മസ്കാര അപ്ലൈ ചെയ്യും. ഐലാഷും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഓപ്ഷണലാണ്. ഇത് ചെയ്യണമെന്നില്ല. ലിപ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫിനിഷ് കട്ട് ക്രീസ് മേക്കപ്പ് ലുക്ക്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.
അപ്പം till next time, bye.